പൗലോസ് പറയുക, നമ്മുടെ സ്പിരിച്വൽ ഇന്ദ്രിയങ്ങൾ മച്യൂരിറ്റിയിലേക്ക് വരണമെങ്കിൽ മാനസാന്തരത്തെക്കുറിച്ചോ ശിക്ഷാവിധിയെക്കുറിച്ചോ കേട്ടതുകൊണ്ട് ആയില്ല. നിങ്ങളുടെ സ്പിരിച്വൽ ഇന്ദ്രിയങ്ങൾ മച്യൂരിറ്റിയിലേക്ക് വരണമെങ്കിൽ നീതിയുടെ വചനം നിങ്ങൾ പഠിച്ചേ ഒക്കത്തുള്ളൂ. നീതിയുടെ വചനം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതിനെ കുറിച്ചായി പറഞ്ഞേ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഒരു യാഗം അർപ്പിച്ചതുകൊണ്ടാണോ കർത്താവ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചത്? അല്ല. നിങ്ങൾ ആരെങ്കിലും 10 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടാണോ നിങ്ങളുടെ കുറവുകളെ ദൈവം ക്ഷമിച്ചത്? ഇന്നലകളിൽ നിങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കർത്താവിന്റെ രക്തത്താൽ കഴുകിയത് നിങ്ങൾ 3 ദിവസം ഉപവസിച്ചുകൊണ്ടാണോ? അല്ല. എന്ത് ചെയ്തുകൊണ്ട്? കർത്താവ് യേശുവിൽ വിശ്വസിച്ചതാണ്. അതാണ് നീതിയുടെ ആദ്യത്തെ പടി. അപ്പൊ നീതീകരണത്തെ കുറിച്ച് ആഴത്തിൽ ഒരാൾക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ റൈച്ചസ്നെസ്സിനെ കുറിച്ച് ആഴത്തിൽ ഒരാൾക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നത് ആണ് അയാളുടെ വളർച്ചയുടെ കാര്യമെന്ന്. അയാൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നതനുസരിച്ച് അയാളുടെ അകത്തെ മനുഷ്യൻ മച്യൂരിറ്റിയിലേക്ക് വരാൻ തുടങ്ങും.